സ്നേഹം നിറഞ്ഞവരെ, വിശ്വപ്രസിദ്ധ സാഹിത്യകാരനായ ചാൾസ് ഡിക്കൻസിന്റെ അഭിപ്രായത്തിൽ പോലും ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ചെറുകഥ എന്ന് പറയുക അത് ഈശോ നമുക്ക് പറഞ്ഞു തന്ന ധൂർത്തപുത്രന്റെ ഉപമയാണ്. യഥാർത്ഥമായ പശ്ചാത്താപത്തെക്കുറിച്ചാണ് ഈശോ അതിൻ്റെ അകത്ത് മനോഹരമായിട്ട് നമ്മളോട് പറഞ്ഞു വയ്ക്കുക. ഈ മനുഷ്യന് പശ്ചാത്താപം ഉണ്ടാവുന്നത് അയാൾ പന്നിക്കൂട്ടിൽ കിടക്കുമ്പോഴാണ്. എന്നാൽ അത് യഥാർത്ഥമായ ഒരു മാനസാന്തരമായിട്ട് മാറുന്നത് അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് തൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് തിരികെ നടക്കുമ്പോഴാണ്. ഈ ഒരു തിരിഞ്ഞു നടത്തം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഫീലിംഗ് സോറി. തിരികെ വിശുദ്ധിയിലേക്ക്, ദൈവത്തിൻ്റെ പക്കലേക്ക്, നന്മയിലേക്ക് തിരികെ നടക്കുവാനുള്ള നമ്മുടെ ഒരു പ്രയത്നമാണ് യഥാർത്ഥമായ മാനസാന്തരം എന്ന് പറയും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 3-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഇങ്ങനെ ഇപ്രകാരം പറയുന്നുണ്ട്: അതിനാൽ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുവാൻ, മായ്ച്ചു കളയുവാൻ അനുതപിച്ച് ദൈവത്തിലേക്ക് തിരിയുവിൻ. ദൈവത്തിലേക്കുള്ള ഒരു തിരിഞ്ഞു നടത്തം മാനസാന്തരത്തിന്, യഥാർത്ഥമായ പശ്ചാത്താപത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കും ഈ നോയമ്പ് കാലത്ത് പ്രാർത്ഥിക്കാം: ദൈവമേ, ഒരു പൂർണ്ണമായ മാനസാന്തരം, അങ്ങിലേക്ക്, നന്മയിലേക്ക്, വിശുദ്ധിയിലേക്ക് തിരികെ നടക്കുവാനുള്ള ഒരു അചഞ്ചലമായ ചൈതന്യം, ഒരു നവഹൃദയം എനിക്കും നൽകണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.